പെസഹ തിരുനാളിൽ ഒരുമയോടെ ബലിയർപ്പിക്കാനാണ് ഈശോനാഥൻ നമ്മളോട് അരുളി ചെയ്തത്. അപ്രകാരമാണ് ഓരോ ബലിയിലും നമ്മൾ ആദ്യ ഗാന പ്രാർത്ഥനയിലൂടെ ആ വികാര വായ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുക. തുടർന്ന് നമ്മൾ ആദ്യം തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഏകോദര സഹോദരങ്ങളായിട്ട് ഈ ബലി അർപ്പിക്കാൻ ഒരുങ്ങണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏകോദര സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേ പിതാവിൻ്റെ മക്കൾ, അതാണ് ഏകോദര സഹോദരൻ. ഒരേ മാതാപിതാക്കളിൽ നിന്ന് ജന്മം സ്വീകരിച്ചവർ. ആ വലിയ വിശാല കാഴ്ചപ്പാടോടെയാണ് നമ്മൾ ബലിയർപ്പണത്തിന് ഒരുമിച്ച് കൂടുക. അപ്രകാരമുള്ള ഒരുമയുടെ ഒന്നിപ്പിൻ്റെ ചിന്തകളാണ് ഇന്ന് സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷകനോട് നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ബലിവേദിയിലേക്ക് മനസ്സുകൊണ്ട് ഒരുക്കാം. ഈ സാബത്ത് ദിനത്തിൽ ഒരുമിച്ച് കൂടി ബലിയർപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭിന്നതയുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, നിലപാടുകളൊക്കെ സ്വന്തമാക്കാൻ അവകാശമുള്ളവരാണ് എങ്കിൽ തന്നെയും നന്മയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി, സാഹോദര്യത്തിൻ്റെ, ഒന്നിപ്പിൻ്റെ കാഴ്ചപ്പാടുകളിലൂടെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഭവനങ്ങളിൽ തന്നെ ചെലവഴിക്കുക. അപ്പം ഏറ്റവും കൂടുതൽ ഒന്നിപ്പ് ആവശ്യപ്പെടുന്ന മേഖലയാണ് കുടുംബം. ആ കുടുംബത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഈ ദിവസങ്ങൾ ചെലവഴിക്കാൻ കിട്ടുന്ന അസുലഭ നിമിഷങ്ങൾ ദൈവപ്രീതികരമായ രീതിയിൽ വിനിയോഗിക്കാൻ ഞങ്ങളുടെ ഈ ബലിവേദിയുടെ യോഗ്യതകളിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് ഭക്തിപൂർവം ഈ ബലിവേദിയിൽ ഒന്ന് ചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമുടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം
മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണം. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയെങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ, ആരീ ഭൂവിൽ നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയെങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ, ആരീ ഭൂവിൽ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നിലങ്ങില്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. യേശുനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനീ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 52-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സദ്വാർത്ത അറിയുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും
നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടി അകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവതായ ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 22 വരെ തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരെ പോലെ, ശരീരത്തിൽ കൈകൊണ്ട് പരിചിതനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിചിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിലെ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസരിക്കുക. എന്നാൽ ഒരിക്കൽ വിദുരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനയുടെ ചട്ടങ്ങളും ആധിപത്യവും അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശു വഴി ഓരോ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരാത്മാവിൽ ഇരുകൂട്ടരെയും പിതാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരവും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിയപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊക്കെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവായി ദൈവത്തിൻ്റെ വാസ്തലമായി നിങ്ങളും അവനിൽ പണിയെക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, ഭജന കീർത്തനധാര ചൊരിയും സ്നേഹസുവിശേഷം. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, ഭജന കീർത്തനധാര ചൊരിയും സ്നേഹസുവിശേഷം. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ചു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 17-ാം അധ്യായം 20 മുതൽ 26 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങൾ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലുമായിരിക്കുന്നു. അങ്ങനെ അങ്ങനെ അയച്ചുവെന്നും അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിലുണ്ടാകേണ്ടതിനും ഞാൻ അവരിലായിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏതാനും നിമിഷം നമുക്ക് വായിച്ചു കേട്ട വചന ഭാഗത്തെക്കുറിച്ച് വിചിന്തനം നടത്താം. ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയിലെ 6ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 20 മുതൽ 26 വരെ വായിച്ചു കേട്ടു. ഈ ഭാഗം ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ തന്നെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇത് മറ്റൊരു പേരിൽ കൂടി ഈ വചനഭാഗം അറിയപ്പെടുന്നുണ്ട്. പ്രീസ്റ്റ്ലി പ്രയർ, പൗരോഹിത്യ പ്രാർത്ഥന എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വചനഭാഗം സവിശേഷമാംവിധം ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു പുരോഹിതനെ കണക്കെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രകാരം പറയണേ, ശിഷ്യന്മാർക്കും അവരുടെ വാക്ക് കേട്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർക്കും വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അവിടെ നമുക്കുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയുണ്ട്. കാരണം ഈ ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക്, അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പിൻഗാമികളായിട്ട് അവരുടെ വാക്ക് കേട്ട് ഈശോയിൽ വിശ്വസിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇവിടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഈശോ നമുക്ക് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന വചനഭാഗമാണ്. യോഹന്നാൻ സുവിശേഷകൻ ഇത് സുവിശേഷം എഴുതുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ആദ്യം സഭയിൽ ഉണ്ടായിരുന്ന ഭിന്നിപ്പായിരിക്കാം ഇത്തരമൊരു വചനഭാഗം എഴുതാനായിട്ട് യോഹന്നാൻ സുവിശേഷകനെ പ്രേരിപ്പിച്ചു. ഇത്തരം ചില ഭിന്നിപ്പിനെ കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ രേഖപ്പെടുത്തുന്നുണ്ട്. കൊറിന്തിലെ സഭയെക്കുറിച്ച് നമ്മൾ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം വായിച്ചു കേൾക്കാറുണ്ട് അനുദിന ബലിവേദിയിൽ. കൊറിന്ത് എന്ന് പറയുന്നൊരു പട്ടണം, ആ കൊറിന്തിലെ സഭയെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ ചോദിച്ച ചോദ്യം പ്രസക്തമായിട്ട് തീരുകയാണ്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണ്. അവിടുത്തെ ജനങ്ങളോട് എല്ലാവരുമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുകയാണോ? കാരണം അതിൽ കുറേ പേര് പറയുന്നു, ഞങ്ങൾ പൗലോസിൻ്റേതാണ്, ഞങ്ങൾ പത്രോസിൻ്റേതാണ്, ഞങ്ങൾ അപ്പോളോസിൻ്റേതാണ്. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയാണ്, നിങ്ങളങ്ങനെ ഒരു വ്യക്തിപക്ഷത്തിൻ്റേതായി തീരാനല്ല, നിങ്ങൾ ദൈവത്തിൻ്റേതാണ്. നിങ്ങൾ വിഭജിക്കപ്പെട്ട ഒരു മേഖലയിലൂടെ കടന്നു പോകേണ്ടവരല്ല, നിങ്ങളുടെ ഏകനായകൻ ക്രിസ്തുവാണെന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ 4-ാമത്തെ വചനത്തിൽ പൗലോസിൻ്റെ പ്രബോധനം നമ്മൾ വായിച്ചു. അപ്പം ഇപ്രകാരം ഒരു വിഭജനത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു സമൂഹത്തോട് ഒന്നിപ്പിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവസാന വിനാഴികയിൽ ഈശോ ഓർമ്മപ്പെടുത്തുന്ന സുന്ദരമായിട്ടുള്ള വചനഭാഗം നമുക്ക് മുന്നിൽ വിളവിരിയുന്നു. 2 ചിന്തകൾ ഈ വചനഭാഗത്ത് നമുക്ക് സ്വന്തമാക്കണം. ഒന്ന്, അവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി ഈശോയുടെ മർമ്മപ്രധാനമായിട്ടുള്ള നമ്മളോട് പറയാനുള്ള ആഹ്വാനം ഇന്നത്തെ വചനഭാഗത്താണ്. എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഈശോയുടെ വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ അവൻ്റെ അവസാനത്തെ പ്രാർത്ഥനകളിൽ ഒന്നാണ് ശിഷ്യരുടെ ഒന്നിപ്പിനെ പറ്റിയുള്ള പ്രാർത്ഥന. സഭയും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക സഭയുടെ പ്രത്യേകതകളിൽ ഒന്നാണല്ലോ സഭ ഏകമാണ് എന്ന അടിസ്ഥാന വിശ്വാസ സത്യം. ഒരു ലാറ്റിൻ സഭയും 23 പൗരസ്ത്യ സഭകളുടെയും കൂട്ടായ്മയാണ്
120 കോടിയിൽ പരം ജനസംഖ്യയുള്ള കത്തോലിക്ക സഭ 4 കാര്യങ്ങളിൽ സഭയ്ക്ക് ഈ ഒന്നിപ്പ് പ്രകടമാണ്. ഒരേ വിശ്വാസം, ഒരേ കൂദാശ, ഒരേ ബലി, ഒരേ തലവൻ. ഇപ്രകാരം ഒരുമിച്ച് കൂടുന്നതാണ് ക്രൈസ്തവ സഭ. ഈ സഭകളുടെ ഒന്നിപ്പിനെക്കുറിച്ച് 1995 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദാറ്റ് ദേ ബി വൺ, അവരെല്ലാവരും ഒന്നായിരിക്കാൻ എന്ന പേരിൽ ഒരു ചാക്രിക ലേഖനം ഇറക്കുകയുണ്ടായി. അതിൻ്റെ പ്രധാന ആശയം, ഉള്ളടക്കം ഈ ഒന്നിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്താൻ സഭാമക്കളെ ഓർമ്മപ്പെടുത്തലായി. സഭകൾ തമ്മിൽ മാത്രമല്ല, സഭയ്ക്കുള്ളിലും വിശ്വാസികൾക്കിടയിലും ഒരു ഒന്നിപ്പിൻ്റെ കൂട്ടായ്മയുടെ ചിന്താഗതികൾ അവിടെ നമുക്ക് മുന്നിൽ വെട്ടിത്തുറന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഇടവകകളിൽ, സംഘടനകൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ, ആദർശങ്ങൾ തമ്മിൽ, നിലപാടുകൾ തമ്മിൽ ഒരു സ്വരുമ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. വചനത്തിൻ്റെ ചുവട് പിടിച്ച് പൗലോസ് അപ്പസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ നല്ല ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം, സ്വസഹോദരങ്ങളോടൊപ്പം, വീട്ടിലെ പ്രായമായിട്ടുള്ള കാരണവന്മാരോടൊപ്പം, കൊച്ചുകുട്ടികളോടൊപ്പം, നമ്മുടെ മതിൽക്കെട്ടിനുള്ളിൽ പുറത്തേക്ക് എങ്ങും പോകാൻ സ്വാതന്ത്ര്യമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ഒന്നിപ്പിൻ്റെ മേഖലകളെ കണ്ടെത്താൻ പ്രകൃതി കനിഞ്ഞനുഗ്രഹിക്കുന്ന സുന്ദര ദിവസങ്ങളാണ്. അപ്പോൾ നല്ല ഇടയെളുപ്പത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങളെ കൊണ്ട് വളർത്താൻ മാതാപിതാക്കളോടൊപ്പവും സഹോദരങ്ങളോടൊപ്പവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ, അകലങ്ങളിലാണെങ്കിൽ പോലും ഫോൺ കോൾ വഴിയോ മറ്റുമൊക്കെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ, സുഖവിവരങ്ങൾ തേടാൻ, ആശങ്കയിലായിരിക്കുന്ന, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ അകലങ്ങളിലൊക്കെ ആയിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, ഞങ്ങൾ വേണ്ടപ്പെട്ടവരാണ്, കൂട്ടായ്മയിലുള്ളവരാണ് എന്ന വലിയ സുവിശേഷമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ ചിന്തയും ഇന്നിപ്രകാരം: ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം പോലും തന്നോടൊപ്പമുള്ളവരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച്, സുസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ക്രിസ്തു. ഇതാണ് ക്രിസ്തീയതയുടെ അന്തസത്ത. അപ്പോൾ ക്രിസ്തീയത രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് ക്രിസ്തു സ്വന്തം ജീവിതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നേ ദിവസം തൻ്റെ സങ്കടങ്ങളെക്കാളും ആകുലതകളെക്കാളും അപരൻ്റെ കണ്ണീരിനും വേദനയ്ക്കും പ്രസക്തിയുണ്ടെന്നും അതിൽ അവരോടൊപ്പമായിരിക്കാൻ നമുക്ക് കടമയുണ്ടെന്നുമുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ. എനിക്ക് പരിചയമുള്ളവർ, എനിക്ക് അടുപ്പമുള്ളവർ, എന്നിൽ നിന്ന് പോലും സഹായം സ്വീകരിച്ചിട്ടുള്ളവർ, അവരിന്ന് എപ്രകാരമാണ് എന്ന് ചിന്തിക്കാൻ വചനഭാഗം നമ്മൾ കടപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് സാധിക്കുകയില്ലെങ്കിൽ പോലും ഈ ബലിവേദിയിൽ നമുക്ക് അവരേക്കൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ, ആവശ്യം വേണ്ടവരിലേക്ക്, ആവശ്യം വേണ്ട രൂപത്തിൽ ഈശോയുടെ സാന്നിധ്യം എത്തിപ്പെടാൻ, അത് അവർക്ക് വലിയ ആശ്വാസമാകാൻ ഈശോ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അപ്രകാരം നമ്മെ കടപ്പെടുത്തുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു കടമ കൂടി പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലത്ത് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വചനചിന്ത നമുക്ക് ചുരുക്കാം. ഒന്നിപ്പിന് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു അല്പം തലതിരിഞ്ഞൊരു ചിന്ത അവിടെയുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭിന്നിപ്പ് ഈശോ മുന്നിൽ കണ്ടിരുന്നോ എന്നുള്ളതാണ്. യാഥാർത്ഥ്യമാണത്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നമ്മളത് കാണുന്നുണ്ട്. ഭിന്നിപ്പിൻ്റെ
പല മേഖലകളിൽ. അപ്പോൾ അവിടെ ഒന്നിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും വചനമെന്ന് നമ്മെ കരുതലുള്ളവരാക്കും. നാം, ഞാൻ ക്രിസ്തുവിൻ്റേതാകട്ടെ. വിഭജനത്തിൻ്റെ മതിലുകളെ മാറ്റി നിർത്താൻ ഈ ഒന്നിപ്പിൻ്റെ ആൾരൂപമായിട്ടുള്ള ക്രിസ്തു നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുത്ഥാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയ്ക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശിനെ പുനരുത്ഥാനം വഴി മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളെയും ശരീരത്തിനെയും അതിൻ്റെ ദുർവാസനകളിലൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനതയെ നയിക്കുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളെ അജപാലമാരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യം ലോകത്താലെയും വലയുന്നവരെയും സത്യത്തെ പ്രതി പീഡാനുഭവിക്കുന്നവരെയും നിന്റെ മഹത്വപൂർണ്ണ ഉത്ഥാനത്തെയും ആവരണമായ സ്വരൂപത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളെയും ജീവന്റെയും ഉയർപ്പിൻ്റെ കാരണമായ തിരുശരീര രക്തങ്ങളോട് യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവിമാർ ജോർജ് ആൽജയും മെത്രാപ്പൊലിത്തയും ഞങ്ങളുടെ തിരുപതിഷ്ണായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തയും ഞങ്ങളുടെ മേളധ്യക്ഷൻ പിതാവുമായ മാർ പോളിക്കണ്ണുകളുടെ മെത്രാനിയും മറ്റെല്ലാ മെത്രാമാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവം, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിയും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കണ്ണീർ കണങ്ങളാണിന്റെ കാണിക്ക് കനിവാർന്നു സ്വീകരിച്ചാലും. കണ്ണീർ കണങ്ങളാണിന്റെ കാണിക്ക് കനിവാർന്നു സ്വീകരിച്ചാലും. കഥനം തുളുമ്പുന്ന മനസ്സുമായി നൽകുന്ന കാഴ്ചകൾ സ്വീകരിച്ചാലും. കഥനം തുളുമ്പുന്ന മനസ്സുമായി നൽകുന്ന കാഴ്ചകൾ സ്വീകരിച്ചാലും. കണ്ണീർ കണങ്ങളാണെൻ്റെ കാണിക്ക കനിവാർന്നു സ്വീകരിച്ചാലും. താതനും അതുപോലാത്മജനും ദിവ്യരൂപാക്യം സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമോർത്തിടാം. പാവനമീ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുധനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിനെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും
എന്ന സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യതയിൽ നിന്നുള്ള സത്യദൈവവും പിതാവിന് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീതാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലായികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചന മാമോദീസായി ശരീരത്തിൻ്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യാവശ്യത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിൻ്റെ രക്ഷയ്ക്കും സൂര്യരാജ്യത്തിനും നിത്യജീവനും കാരണമാട്ടെ. കർത്താവേ, ആശീർവദിക്കണം എൻ്റെ സഹോദരനെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടു കൂടി നിന്ന് കർത്താവിനെ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുസരിപ്പെടുന്നവരെ സൂക്ഷിച്ചുവീക്ഷുകയും ഭയഭജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരെ ഏകതയോടും ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടും തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ, നിത്യം ആരാധ്യൻ. രാജാവേ, നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത്, യുക്തവുമാം. ന്യായവുമാണത്, യുക്തവുമാം. ന്യായവുമാണത്, യുക്തവുമാം. ന്യായവുമാണത്, യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. ബലവാനും കർത്താവുമായ
രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. തിരുശരീര രക്തങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഭക്ത്യാദരപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന പ്രകരണങ്ങൾ കാഴ്ചയായിരുന്നു. നല്ല തമ്പുരാനെ, എത്രയോ സുന്ദരമായിട്ടുള്ള സുവിശേഷ ഭാഗം സുമനസ്സുകളിലേക്ക് ചേക്കേറാൻ തക്ക രീതിയിൽ ഒന്നിപ്പിൻ്റെ സന്ദേശം ഈ സാബത്ത് ദിനത്തിൽ ഞങ്ങൾക്കായിട്ട് കരുതിയവനെ, ആദ്യം ഞങ്ങൾ നീയുമായിട്ട് ഒന്നിപ്പിലാകാം. ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. ഇങ്ങനെ പരിവേദിയിൽ പങ്കുചേരുന്ന ഞങ്ങളെല്ലാവരും പ്രകാരം ആഗ്രഹിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഒന്നിപ്പിലാകാൻ അത് എളുപ്പകരമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നീയുമായിട്ട് ഒന്നിപ്പിലാകാൻ ഞങ്ങളുടെ ചുറ്റിലുമുള്ള ലോക പ്രവണതകൾ ഞങ്ങൾ അനുവദിക്കാറില്ല എന്നതാണ് സത്യം. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു, നിന്നോടൊപ്പം ഒന്നിപ്പിലാകാൻ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഞങ്ങളുടെ ജീവിത ചുവടുകളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിന് നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിന് അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി മകളുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി മകളുടെ കാരുണ്യത്തെ പ്രത്യാശപുറം കാത്തു നിൽക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന സ്വീകരിക്കണമേ. നിങ്ങൾ നിശബ്ദരെ ആദരവും പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവർ താമസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ എല്ലാവരുടെ സ്വർഗരാജ്യത്തിൽ
പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം എങ്ങളുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തോടെ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും പറ്റാതിരങ്ങളോട് സമീപിക്കാം. അനുതാപമാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങൾ വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധമാനാൽ പവിത്രീകരിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടുകൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീര ഉയർപ്പിനും ആത്മയുടെ രക്ഷയും കാരണമാട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന തരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തിൽ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന
വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിതത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജയിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധമനുഗ്രഹവാർത്താൽ സുദീർഘം പരിശുദ്ധവും ജീവിതായുധീയമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദൈവത്തിന് സ്തുതിയും കൃത്യവും സമർപ്പിക്കാം. അവർണ്ണനീയമായ ഈ ധനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സമാപനാശീർവാദത്തിന് ഒരുങ്ങും. കർത്താവായ ദൈവങ്ങളുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്ന ഞങ്ങളുടെ ജീവതായ ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാകമാരുടെ തിരുനാമത്തെ സ്തുതിക്കുവാനും ഞങ്ങളുടെ ദാനമായ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവങ്ങേക്ക് സ്തുതിയുടെയും കൃതത്തിലെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്നതിന് മൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദേവരാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹാകൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള പ്രത്യാശിക്കുന്നതിൻ്റെ സന്നദ്ധയിൽ പ്രീതിജനകമായി വിധം വർദ്ധിച്ചെല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ദൈവപിതാവു തൻ സൂനുവാ പാവനാത്മാവിൻ്റെ ദാനങ്ങൾ കാരുണ്യമാർന്നേകി മാനവ കൈവരിക്കാൻ സ്വർഗ ജീവിതം. അക്ഷയഭാഗ്യത്തിൽ ചേരുവാൻ
ആത്മാവിൽ ശാന്തി തളിർക്കുവാൻ നിത്യമനോഹര നാഗത്തിൻ നിസ്തുല സൗഭാഗ്യം തന്നിതാ. ദിവ്യമാമി ബലി നൽകിടും നിത്യമഹത്വത്തിൽ മുങ്ങുവാൻ ദൈവിക ദാനങ്ങൾ നിങ്ങളിൽ പൂർണ്ണപ്രഭാരശ്മി തൂകട്ടെ. കുരിശാലെ മുദ്രിതരായി നിങ്ങൾ സർവവിപത്തുവകന്നിനി സംരക്ഷ പുൽകുവ പ്രാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കൃപയുടെ സ്വസ്തി. നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.